നമ്മളെല്ലാം കടയിൽ നിന്നും വാങ്ങിച്ചു കുടിക്കുന്ന മിനറൽ വാട്ടർ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ വളരെ വലിയ പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ കൈകളിലേക്ക് ആ വെള്ളം എത്തുന്നത്. അങ്ങനെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിർമ്മാണം എങ്ങനെയെന്ന് ഫാക്ടറി ടിവിയിലെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ നിർമ്മാണ വീഡിയോകൾ കാണുന്നതിനായിട്ട് ഫാക്ടറി ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പോപ്കോൺ. ഒരു സിനിമ കാണാൻ പോയാൽ ഒരു കവർ പോപ്കോൺ വാങ്ങിച്ച് തിന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല അല്ലേ? ഈ പോപ്കോൺ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പോപ്കോൺ നിർമ്മിക്കുന്നതിനായിട്ട് ചോളമാണ് ഉപയോഗിക്കുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ചോളം വളർത്തിയെടുക്കുകയും അത് പാകമാകുമ്പോൾ പറിച്ചെടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ചോളം ഫാക്ടറിയിൽ എത്തിക്കുന്നു. ഒരു കൺവെയർ ബെൽറ്റിലൂടെ ചോളം കടന്നു പോകുന്നു. കൺവെയർ ബെൽറ്റിൽ ഫാക്ടറി വർക്കേഴ്സ് ചോളം ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം സ്കാൽപ്പിംഗ് മെഷീൻ്റെ സഹായത്തോടെ അതിൻ്റെ തൊലി പൊളിച്ചു മാറ്റാൻ ആരംഭിക്കുന്നു. അടുത്തതായിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൺവെയർ ബെൽറ്റിലൂടെ ചോളം നീങ്ങുന്നു. അതിനുശേഷം വർക്കേഴ്സ് അതിൻ്റെ മുറിച്ച് മാറ്റേണ്ട ഭാഗങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കുന്നു. ഇനി മെഷീനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചോളത്തിൻ്റെ ചെറിയ ചെറിയ മണികളിൽ നല്ല ക്വാളിറ്റി ഉള്ളവയെ മാത്രം ഒരു മൈക്രോവേവ് ഓവനിലേക്ക് വിടുന്നു. അവിടെ വെച്ച് ചോളം പോപ്കോണായിട്ട് രൂപമാറ്റം സംഭവിക്കും. തുടർന്ന് വരുന്ന പ്രക്രിയ പോപ്കോണിൽ വ്യത്യസ്തമായിട്ടുള്ള രുചിഭേദങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രത്യേക കോട്ടിങ് നൽകുന്ന പ്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് എണ്ണ, ഉപ്പ്, ഫ്ലേവർ എന്നിവ ചേർത്തുകൊണ്ടുള്ള ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും. ഇവയെല്ലാം കൃത്യമായ അനുപാതത്തിൽ ചേർത്തതിന് ശേഷം 300 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു. സിറപ്പ് ഒന്ന് കുറുകി വരുമ്പോൾ അത് പോപ്കോണിനെ മുകളിൽ കോട്ട് ചെയ്യുന്നതിന് വേണ്ടി വിടുന്നു. കൺവെയർ ബെൽറ്റിലൂടെ കടന്നു വരുന്ന പോപ്കോണിന് മുകളിൽ ഈ കോട്ടിങ് വരുന്നു. കോട്ടിങ് ചെയ്തെടുത്ത പോപ്കോണ് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വിപണിയിലേക്ക് വിടുന്നു. ഏകദേശം മണിക്കൂറിൽ 500 കിലോ പോപ്കോൺ വരെ ഉണ്ടാക്കിയെടുക്കാൻ ഈ മെഷീന് സാധിക്കും. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിനറൽ വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. കുടിവെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. പുറത്തെവിടെയെങ്കിലും പോയാൽ വെള്ളം കുടിക്കാൻ നമ്മൾ ആശ്രയിക്കുക മിനറൽ വാട്ടർ ആയിരിക്കും. പല ബ്രാൻഡുകൾ മിനറൽ വാട്ടർ ഇറക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖ ബ്രാൻഡായിട്ടുള്ള ബിസ്ലറി എങ്ങനെയാണ് മിനറൽ വാട്ടർ നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് കൂടുതലും ഈ കമ്പനികൾ ആശ്രയിക്കുന്നത്. ഭൂഗർഭജലം പമ്പ് ചെയ്ത് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ധാരാളം പ്രോസസ്സുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമ്മൾ കുടിക്കുന്ന കുടിവെള്ളം ഉണ്ടാവുന്നത്. ആദ്യം തന്നെ പമ്പ് ചെയ്തെടുത്ത വെള്ളത്തിനെ ഓസോണൈസ് ചെയ്യുന്നു. ഓസോണൈസ് ചെയ്യുമ്പോൾ അതിലെ മൈക്രോ ബാക്ടീരിയകൾ നശിച്ചു പോകുന്നു. അതിനുശേഷം അടുത്ത ഭാഗത്തിലേക്ക് ഈ വെള്ളത്തിനെ വിടുന്നു. സാൻഡ് ആൻഡ് കാർബൺ ഫിൽട്രേഷൻ എന്നതാണ് അടുത്ത പ്രോസസ്സ്. മണലിലൂടെ കടത്തിവിട്ട് അതിനുശേഷം വെള്ളം കാർബൺ ഫിൽറ്ററിലൂടെ കടത്തിവിടുന്നു. കാർബൺ ഫിൽറ്ററിൽ വെച്ച് 30 മൈക്രോണിൽ മുകളിലുള്ള എല്ലാ സൂക്ഷ്മ വസ്തുക്കളും വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന ഘട്ടമാണ്. ഇനി ഒരു മെംബ്രെയിനിലൂടെ വെള്ളം കടത്തിവിടുന്നു. അങ്ങനെ വലിയ പാർട്ടിക്കിളുകളെ അതിനകത്ത് നിന്ന് ഒഴിവാക്കുന്നു. വെള്ളത്തിൽ അടങ്ങിയ ഉപ്പ്, നമുക്ക് ആവശ്യമില്ലാത്ത മിനറൽസ് എന്നിവയൊക്കെ ഒഴിവായി പോകുന്നു. അടുത്തതായിട്ട് 3 ടാങ്കുകളിലായി വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. മിനറൽസ് ആയിട്ടുള്ള മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ ടാങ്കുകളിലൂടെയാണ് കടത്തിവിടുന്നത്. ഇവയെല്ലാം ചേർത്ത വെള്ളമാണ് ബിസ്ലറി പുറത്തുവിടുന്നത്. അതിനുശേഷം മൈക്രോൺ ഫിൽറ്ററിലൂടെ കടത്തിവിടുന്നു. അവിടെ വെച്ച് 0.45 മൈക്രോണിന് മുകളിലുള്ള സൂക്ഷ്മ വസ്തുക്കളെല്ലാം മാറ്റപ്പെടുന്നു. അതിനുശേഷം ഓസോണൈസ് ചെയ്ത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറയ്ക്കുന്നു. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ഒരു പ്ലാറ്റ്ഫോമിൽ കുപ്പികൾ കറങ്ങിക്കൊണ്ടിരിക്കുകയും ഒരു യന്ത്ര സംവിധാനം നോസിൽ വഴി അതിലേക്ക് വെള്ളം നിറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയും ഹൈജീനിക്കായിട്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിച്ചെടുക്കുന്നത്. കുടിവെള്ളമായതിനാൽ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് കുപ്പിയിൽ നിറയ്ക്കുന്ന പ്രക്രിയ. അതിനുശേഷം കമ്പനിയുടെ ലേബൽ ഒട്ടിച്ച് മാർക്കറ്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കിസ്മിസ്. ബിരിയാണിയിൽ നിന്നും കിസ്മിസ് മാത്രം പൊക്കിയെടുത്ത് തിന്നാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ലഡുവിൽ നിന്നും മുന്തിരി കാണാതായാൽ അന്വേഷിക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലേ? കിസ്മിസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ? കിസ്മിസ് ഉണ്ടാക്കാൻ പാകമായ മുന്തിരികൾ മുന്തിരിത്തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുക്കുന്നു. അതിനുശേഷം അവ ഉണങ്ങാനായിട്ട് അനുവദിക്കുന്നു. തട്ടുകളായി തിരിച്ച് വല കെട്ടി അതിന് മുകളിലാണ് മുന്തിരികൾ ഉണക്കുന്നത്. ഏകദേശം 2 മുതൽ 4 ആഴ്ച വരെ ഉണങ്ങാൻ അനുവദിച്ച ശേഷമാണ് ഈ മുന്തിരികൾ അവിടെ നിന്നും എടുക്കാറുള്ളത്. ഏകദേശം 15% ഭാരം വരെ മുന്തിരി ഉണങ്ങുന്ന സമയത്ത് കുറയാറുണ്ട്. നിറം മാറ്റവും നമുക്ക് കാണാൻ പറ്റും.
നിറം മാറിയതിന് ശേഷം ഇവയെ ഒരു ബോക്സിൽ ശേഖരിച്ച് പ്ലാന്റിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുക്കുന്നു. അതിലെ കരടുകൾ, മറ്റു മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുന്നു. കഴുകിയെടുത്ത കിസ്മിസ് ഒരു കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുന്നു. അവിടെ വെച്ച് വർക്കേഴ്സ് നല്ല കിസ്മിസ് മാത്രം തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്ക് കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിടുന്നു. അവിടെ വെച്ച് അതിനകത്തെ സ്റ്റെൻറ്റുകളെ ഒഴിവാക്കുന്നു. പിന്നീട് ഇവയെ ക്വാളിറ്റി ചെക്കിംഗ് നടത്തിയതിന് ശേഷം പാക്കിംഗ് സെക്ഷനിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പല ക്വാളിറ്റിയിലുള്ള കിസ്മിസുകൾ വിപണിയിൽ ലഭ്യമാണ്. നെക്സ്റ്റ് ഈസ് സോയ ചങ്ക് മേക്കിംഗ്. സോയാബീൻ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള സോയ ചങ്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ. പാവപ്പെട്ടവൻ്റെ ഇറച്ചി എന്ന ഓമന പേരുള്ള സോയ ചങ്കിൻ്റെ നിർമ്മാണം എങ്ങനെയെന്ന് നമുക്ക് ഇവിടെ കാണാം. ഈ സോയ ചങ്ക് നിർമ്മിച്ചെടുക്കുന്നത് സോയാബീനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സോയ ചങ്കിനകത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും സോയാബീൻ ശേഖരിക്കുന്നു. അതിനുശേഷം ലാബുകളിൽ കൊണ്ടുപോയിട്ട് ക്വാളിറ്റി ചെക്കിങ് നടത്തുന്നു. നല്ല ക്വാളിറ്റിയുള്ള സോയ മാത്രം തിരഞ്ഞെടുത്ത് ഒരു മെഷീനിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കുന്നു. അടുത്ത സെഷനിൽ ഇതിൽ നിന്ന് നല്ലത് മാത്രം തിരഞ്ഞെടുക്കുകയും മോശമെന്ന് തോന്നുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വൃത്തിയാക്കിയ സോയ വലിയൊരു മെഷീനിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. ഇനി നന്നായി പൊടിച്ചെടുത്ത സോയ പ്രീ ഹീറ്റിംഗ് സെക്ഷനിലേക്ക് കടത്തിവിടുന്നു. അതിനുശേഷം എക്സ്ട്രൂഷൻ എന്ന പ്രോസസ്സിലൂടെ പൊടി പോലെ ആക്കിയെടുക്കുന്നു. അതിൽ നിന്നും സോയ എണ്ണയെ മാറ്റുന്നു. പിന്നീട് അടുത്ത സെക്ഷനിൽ എത്തുകയും അവിടെ വെച്ച് ഈ പൊടി നന്നായിട്ട് കുഴച്ച് പരുവമാക്കുകയും ചെയ്യുന്നു. നന്നായി കുഴച്ച് പരുവമാക്കിയിട്ടുള്ള ഈ പൊടിയെ എക്സ്ട്രൂഡറിലൂടെ കടത്തിവിട്ട് സോയ ചങ്കിൻ്റെ ആകൃതിയിലാക്കി മാറ്റുന്നു. ഇങ്ങനെ ചെറിയ ബോൾ പരുവത്തിലാക്കിയെടുത്ത സോയ ചങ്കുകൾ പാക്കിംഗ് സെക്ഷനിലേക്ക് കടത്തിവിടുന്നു. സാധാരണ 2 തരം പാക്കിങ്ങിലാണ് ലഭിക്കാറ്. ഒരു പ്രോസസ്സിംഗ് ലൈനിൽ സോയ ചങ്കുകളെ കടത്തിവിടുകയും പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റുകളിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ കാർഡ്ബോർഡ് പാക്കറ്റുകളിലും ഇവയെ നിറച്ചു വിടാറുണ്ട്. 2 പാക്കിങ്ങിലും വ്യത്യസ്തമായ യന്ത്ര സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി മസാല നിർമ്മാണം. ഇന്ത്യക്കാരുടെ ഭക്ഷണകാര്യത്തിൽ മസാലയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. പലതരത്തിലുള്ള മസാല നമുക്ക് ലഭ്യമാണ്. മഞ്ഞൾ, മുളക്, ഗരം മസാല എന്ന് തുടങ്ങി ഒരു കറി വെക്കുന്നതിന് വേണ്ടി ഇഷ്ടം പോലെ മസാലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ മുളക് പൊടി. മുളക് പൊടി എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മുളക് പാടങ്ങളിൽ നിന്നുള്ള മുളക് പൊട്ടിച്ചെടുത്ത് പ്രോസസ്സ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം അവയുടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു. നല്ല രീതിയിൽ വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു ഡ്രയറിലിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നു. അതിനുശേഷം ഈ മുളകിനെ ഒരു ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കും. ആദ്യത്തെ ഗ്രൈൻഡർ ചെറിയ രീതിയിലാണ് പൊടിക്കുന്നത്. അടുത്ത ഭാഗത്ത് മറ്റൊരു ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കും. വളരെ നൈസായി പൊടിച്ചെടുത്ത ഈ പൗഡർ ലാബിലേക്ക് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി കൊടുത്തുവിടുന്നു. അവിടെ വെച്ച് ക്വാളിറ്റി ചെക്കിംഗ് പാസ്സായതിനു ശേഷം പാക്കിംഗ് സെക്ഷനിലേക്ക് കടത്തിവിടുന്നു. പ്ലാസ്റ്റിക് പാക്കറ്റുകളിലും കാർഡ്ബോർഡ് പാക്കറ്റുകളിലും ഇവയെ പാക്ക് ചെയ്യുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവയെല്ലാം പാക്ക് ചെയ്ത് എടുക്കുന്നത്. ജാറുകളിലും ഇവ പാക്ക് ചെയ്തെടുക്കാറുണ്ട്. യന്ത്ര സംവിധാനം വഴി തന്നെ ജാറുകളിൽ നിറച്ച് റോബോട്ടിക് കൈകൾ ഉപയോഗിച്ച് സീൽ ചെയ്ത് പുറത്തുവിടുന്നു. ഒരു കൺവെയർ ബെൽറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റു മസാലകളും ഇതേ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, പല രീതിയിലുള്ള ഭക്ഷണ വസ്തുക്കളുടെയും കുടിവെള്ളത്തിൻ്റെയും നിർമ്മാണം എങ്ങനെയെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു. ഫാക്ടറി ടിവിയിലെ ഈ വീഡിയോ നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കുന്നതിൽ സഹായിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫാക്ടറി ടിവി ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.